സ്ഥാപകയാണ്. അള്ളാനെ കാണാൻ അല്ലാഹ് വരുന്നു സ്വർഗത്തിലേക്ക്. എല്ലാവരും ആഗ്രഹിച്ചു നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരു മറയില്ലാതെ ഒരു തടവില്ലാതെ ഒരു തട്ടില്ലാതെ ഒരു തടസ്സമില്ലാതെ സ്വർഗത്തിന്റെ ജനങ്ങളുടെ മുമ്പിലേക്ക് അള്ളങ്ങ് വരുന്നു. അള്ളാനെ കണ്ട സ്വർഗത്തിലെ ജനങ്ങൾ ഭാര്യ ഭർത്താവിന്റെ കൈ വിട്ടു, ഹൂറുലിങ്ങളെ വിട്ടു, എല്ലാരെയും വിട്ടിട്ട് പറയും ഐ ലവ് യു അല്ലാഹ്, I love you Allah. എനിക്ക് അല്ലാഹ് മതി, അല്ലാഹ് മതി, അല്ലാഹ് മതി, അല്ലാഹ് മതി. കാരണം അല്ലാഹുവിന്റെ സൗന്ദര്യം വല്ലാത്ത സൗന്ദര്യമാണ്. അല്ലാഹുവിന്റെ നൂറ് വല്ലാത്ത നൂറാണ്. ആ നൂറിന്റെ ഒരു ചെറിയ ശതമാനമേ മൂസാ നബി കണ്ടുള്ളൂ. ഫഖറ മൂസാ സൈഖാ, മൂസാ നബി ബോധം കെട്ട് വീണുപോയി. അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ കണ്ട ഒരേ ഒരു സൃഷ്ടിയെ ലോകത്തുള്ളൂ. അത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. മിഅ്റാജിന്റെ രാത്രിയില് അള്ളാന്റെ സദസ്സിൽ അള്ളാന്റെ സ്ഥാനത്ത് നേർക്ക് നേരെ ചെന്ന് ഒരു മറയും കൂടാതെ അള്ളാനെ നേർക്ക് നേരെ കണ്ട ജിബ്രീലിന് പോലും പറ്റാത്തത്, മീകായിലിന് പറ്റാത്തത്, അസ്റായീലിന് പറ്റാത്തത്, ഒരു ചരാചരത്തിനും പറ്റാത്തത്, മൂസാ നബിക്ക് കിട്ടാത്തത്, ഇബ്രാഹിം നബിക്ക് കിട്ടാത്തത് ഹബീബായ തങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് എല്ലാവർക്കും കിട്ടും. അത് സ്വർഗത്തിലാണ്. അള്ളാഹന്റെ ലിഖാഇനെ കാണാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ലിഖാഇനെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനാദ്യ ടിക്കറ്റ് കിട്ടണ്ടേ മോനെ? എവിടേക്ക്? സ്വർഗത്തിലേക്ക്. ടിക്കറ്റ് കിട്ടണ്ടേ? ടിക്കറ്റ് കടക്കടെങ്കിൽ ഖബർന്നാണ്ട് പോണ്ടേ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഖബറാണ്. ഒരു മൊയ്ലേരും ഒരു തങ്ങളും ഒരു കുത്തുബും അവിടുന്ന് കഴിച്ചലാവൂല. ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല, എന്റെ പ്രസംഗം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഫാത്തിമത്തു സഹറ. ആരാണ് ഫാത്തിമത്തു സഹറ? റസൂലുള്ളാഹിന്റെ പൊന്നാര മോളാണ്. നബി തങ്ങൾ ഫാത്തിമ ബീവിനെ പറ്റി പറഞ്ഞത് ഫാത്തിമത്തു ബളഅത്തു മിന്നീ, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ്. ഹസൻ ഹുസൈനിന്റെ ഉമ്മയാണ് ഫാത്തിമ. അലിയാരുടെ ഭാര്യയാണ് ഫാത്തിമ. റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണമായ മോളാണ് ഫാത്തിമ. ആ ഫാത്തിമ ബീവി മരണപ്പെടുകയാണ്. ചുരുക്കി പറയാണ്, ദീർഘമായി ഒരു കാലത്ത് ഒരു ദിവസം വാത് പറയുന്ന ചരിത്രമാണ് ഫാത്തിമ ബീവിയുടെ വഫാത്ത്. ഇന്നത് പറയാനും ഉസ്താദുമാരില്ല, പറഞ്ഞാ കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. വയലുകളൊക്കെ സ്റ്റൈല് മാറി, വയലുകളൊക്കെ രൂപം മാറി. ആഖിറത്തിന്റെ ചിന്ത വരേണ്ടതിന് പകരം ദുനിയാവിന്റെ ചിന്ത കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ദാത്തുൽ മജ്ദി വൽ യഖീൻ യാ ബിൻത ഖൈരിൻ നാസി അജ്മഈൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ സമയം വന്നപ്പോ ഫാത്തിമ ബീവിക്ക് തലേ ദിവസം വിവരം കിട്ടി, നാളെ മരിക്കുമെന്ന്. ആരാണ് പറയുന്നത്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, മോളെ ഫാത്തിമ, നാളെ നീ ളുഹറിന്റെ മുമ്പ് മരണപ്പെടും. എന്റെ കൂടെ ഖബറിലേക്ക് വരാൻ പോകുകയാണ്. അലിയാരോട് പൊരുത്തപ്പെടിച്ച മോളെ, ഹസൻ ഹുസൈനിനെ വളർത്താൻ അലിയാരെ വസിയത്ത് പറഞ്ഞു. നബി തങ്ങൾ സ്വപ്നം പറഞ്ഞു കൊടുത്തു ഫാത്തിമത്തു സഹറയോട് റളിയല്ലാഹു അൻഹ. നേരം വെളുത്തു സുബഹിന്റെ മുമ്പേ ഫാത്തിമ നീച്ചു. തഹജ്ജുദിന് വളരെ നേരത്തെ നീച്ച് വീടൊക്കെ അടിച്ചു വാരി തൂവാരി വൃത്തിയാക്കി വെച്ചു. പാത്രങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കി വെച്ചു. അലി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാൻ നിൽക്കുമ്പോ ഫാത്തിമ ബീവി വല്ലാത്ത ഒരുക്കത്തിലാണ്. അലിയാര് ചോദിച്ചു, ഫാത്തിമ എന്നെന്താ ഒരു പ്രത്യേകത? നേരത്തെ നീച്ചിട്ടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, അലി, എനിക്കൊരു യാത്ര പോകാനുണ്ട്. ഇവിടേക്കാണ്. അതൊക്കെ ഞാൻ പറയാം, നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു വാന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ജമാഅത്തിൽ പങ്കെടുത്ത് വേഗം വീട്ടിലേക്ക് വന്നു. സുബഹിന്റെ ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയാരെ വിളിച്ചെടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കുമ്പോ നിങ്ങൾ കരയരുത്, വേദനിക്കരുത്, വിഷമിക്കരുത്. എന്റെ വല്യന്റെ ഉപ്പാപ്പ
വാപ്പയായ എൻ്റെ ഉപ്പയായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നലെ സ്വപ്നത്തിൽ വന്ന് എന്നോട് ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ളുഹറിന്റെ മുമ്പ് ഞാൻ മരിക്കുമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം ഇന്ന് വരെ ഒരന്യ പുരുഷൻ കണ്ടിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരാളും ഒരു പെണ്ണ് പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ നിങ്ങൾ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം, എന്നെ കഫൻ ചെയ്യണം, എൻ്റെ മയ്യത്ത് നിസ്കരിക്കണം, എന്നെ കൊണ്ടുപോയി കബറടക്കണം, എൻ്റെ മയ്യത്ത് കട്ടില് നിങ്ങൾ ചുമക്കണോ. എൻ്റെ പ്രിയപ്പെട്ട കരളിന്റെ കട്ടമായ മക്കളായ ഹസൻ ഹുസൈനിനെ ഒരിക്കലും വേദനിപ്പിക്കല്ല. ഫാത്തിമ ബീവി അങ്ങ് കരഞ്ഞുപോയി. അലിയാരി കരയുന്നു, രണ്ടാളും കരയുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത് സംഭവിക്കും, റസൂലുള്ള പറഞ്ഞതാണ്, അള്ളാന്റെ തീരുമാനമാണ്. അങ്ങനെ പറഞ്ഞ സമയമായപ്പോൾ ഫാത്തിമാക്ക് മരണത്തിന്റെ അടയാളങ്ങൾ വന്നു. അലി റളിയല്ലാഹു അൻഹു മടിയിൽ തലവെച്ച് കിടത്തി ഫാത്തിമാക്ക് വെള്ളം കൊടുത്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുകയാണ്. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ വസിയത്ത് പ്രകാരം കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഖബറിന്റെ മുമ്പിലേക്ക് ഫാത്തിമ ബീവിയുടെ മയ്യത്ത് കൊണ്ടുപോയി. അലി റളിയല്ലാഹു അൻഹു ആ ഖബറിലേക്ക് ഒന്ന് നോക്കി. സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ എപ്പ കണ്ടാലും കരഞ്ഞിട്ട് താടിരോമങ്ങളിലൂടെ വെള്ളങ്ങനെ പൊലിച്ചിറങ്ങുന്ന മഹാനാണ് ഉസ്മാൻ തങ്ങളെങ്കിൽ നമ്മൾ എത്ര കരയണം പ്രിയപ്പെട്ടവരെ. ആ ഉസ്മാൻ തങ്ങൾ പോലും കരഞ്ഞ ഖബറിന്റെ മുമ്പിലേക്ക് അലി തങ്ങൾ ചെന്നിട്ട് ഖബറിന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് ഒരൊറ്റ ചോദ്യമാണ് ഖബറിനോടാണ് ചോദ്യം. ഓ ഖബറേ, ആരുടെ മയ്യത്താണ് നിന്റെ ഉള്ളിലേക്ക് വരുന്നതെന്നറിയോ? റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണം, അലിയാരുടെ പ്രിയപ്പെട്ട ഭാര്യ ഹസൻ ഹുസൈനിന്റെ ഉമ്മ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവായ ഫാത്തിമ. ആ ഫാത്തിമയുടെ മയ്യത്താണ്. ഖബറേ, നിനക്കൊരു സ്വഭാവമുണ്ട്. ഏത് മയ്യത്ത് നിന്റെ ഉള്ളിൽ വെച്ചാലും ഖബറിന്റെ രണ്ട് ഭാഗങ്ങൾ മനുഷ്യരങ്ങൾ വിട പറഞ്ഞാൽ ഈ മയ്യത്തിനെ ഒന്ന് ഞെരുക്കിക്കളയും സുഹൃത്തുക്കളെ. ആ സമയത്ത് വാരിയല്ലുകൾ പരസ്പരം കുത്തിക്കോർക്കും. വേദന കൊണ്ട് മയ്യത്ത് ഖബറിൽ കിടന്ന് എരിപിരി കൊള്ളുന്ന വല്ലാത്തൊരു രംഗമാണത്. അലി തങ്ങൾ പറയാണ്, ഖബറേ, എന്റെ ഫാത്തിമയുടെ മോളിൽ ഈ വേണ്ടാത്തരം നീ എങ്ങാനും കാണിച്ച അലിയാണ് പറയുന്നത്, നിന്നെ വെറുതെ വിടില്ല. ഖന്തഖിലും ഖൈബറിലും ബദറിലും ഉഹദിലും പടനയിച്ച അലിയാണ് പറയുന്നത്. മുറഹിബിനെ ഒറ്റവാള് കൊണ്ട് വെട്ടി നിലത്തിട്ട അലിയാണ് പറയുന്നത്. ബദർ പോർക്കളം കിടുകിടാ വറപ്പിച്ച അലിയാണ് പറയുന്നത്. അലിയാരിത് പറഞ്ഞപ്പോൾ ഖബറിന്നൊരു ശബ്ദം വരികയാണ്. ഓ അലി, നിങ്ങൾ ആരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ പവറും അറിയാ, ദറജയെ അറിയാ. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് റബ്ബിന്റെ നിർദ്ദേശമുള്ളത് 3 കാര്യമുണ്ടോ എന്നാൽ ഖബറിൽ രക്ഷയാണ്. ഇദാ മാതൽ ഇൻസാനു ഇൻകതാമലുഹു ഇല്ലാ മിൻ സലാസ സദഖത്തുൻ ജാരിയ. ഫാത്തിമ ജീവിതകാലത്ത് സദഖത്തുൻ ജാരിയായ സദഖ കൊടുത്തിട്ടുണ്ടോ? വഇൽമുൻ യുൻതഫഉ ബിഹി, പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ച നാഫിയായ ഇൽമ ഫാത്തിമക്കുണ്ട്. മൂന്നാമത്തേത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഫാത്തിമക്ക് വേണ്ടി ദ്വാരക്കാൻ സ്വാലിഹീങ്ങളായ മക്കളുണ്ടോ? ഈ 3 കാര്യമുണ്ടെങ്കിൽ ഫാത്തിമാനെ തൊടൂല. ഈ 3 കാര്യമില്ലെങ്കിൽ ഫാത്തിമാനെയും ഖബറിലിട്ട് ഞെരിക്കും. ആര് പറഞ്ഞാലും ഞെരിക്കുമെന്ന്. ഖബറിന്റെ ഒന്ന് ശബ്ദം കേട്ടപ്പോ അലി തങ്ങള് നിലവിളിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്കാണ് നമ്മളൊക്കെ പോകേണ്ടത്. നമ്മളെ ഈ വാല് പറയുന്നത് എനിക്കും തോന്നും ഇനിയും കുറെ കാലുണ്ടല്ലോ, കേൾക്കുന്നങ്ങൾക്ക് തോന്നും ഇനി കുറെ കാലുണ്ടല്ലോ. അയാള് മരിച്ചു, ഇയാള് മരിച്ചു, മറ്റാള് മരിച്ചു, മറ്റാള് മരിച്ചു എന്ന് പറയുമ്പോ അത് അയാളല്ലേ, ഇയാളല്ലേ, മറ്റാളല്ലേ, അത് നമ്മളെ ബാധിക്കണില്ലല്ലോ. അതുകൊണ്ട് നമ്മളും ഏത് സമയവും ഖബറിലേക്ക് പോകേണ്ടവരാണ്. അടുത്ത ഒരു വായന പറയാൻ ഞാനുണ്ടോ? അടുത്തൊരു വായന കേൾക്കാൻ നിങ്ങളുണ്ടോ? അടുത്തൊരു ശഅബാനിൽ നിങ്ങളുണ്ടോ? ഞാനുണ്ടോ? അടുത്തൊരു റമദാനിലേക്ക് നിങ്ങളുണ്ടോ? ഞാനുണ്ടോ? അല്ലാഹുവേ, ഞങ്ങളുടെ ആരുടെയും അവസാനത്തെ റമദാനാക്കല്ല അല്ലാ, അവസാനത്തെ ശഅബാനാക്കല്ല അല്ലാ.